ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് എവിടെയാണ്? ഡൽഹി, കൊൽക്കത്ത, മുംബൈ, അമൃത്സർ. ഉത്തരം കൊൽക്കത്ത. 1911 ഡിസംബർ 27 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൽക്കട്ട സമ്മേളനത്തിലാണ് ഇത് ആദ്യമായി പാടിയത്. ഏത് സ്ഥലമാണ് ഇന്ത്യയുടെ പാരീസ് എന്നറിയപ്പെടുന്നത്? മൈസൂർ, ഊട്ടി, ജയ്പൂർ, ആഗ്ര. ഉത്തരം ജയ്പൂർ. അതിമനോഹരമായ സൗന്ദര്യത്തിൻ്റെ നഗരമാണ് ജയ്പൂർ. പാരീസ് നഗരത്തിന് സമാനമായ ഒരു അവധിക്കാല സ്ഥലമാണിത്. ജയ്പൂരിൽ ചില പ്രത്യേക വ്യാപാര മുദ്രയുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. മരിക്കുന്നത് നിയമവിരുദ്ധമായ പട്ടണം ഏത്? നോർവേ, ഇയർബൻ, നൈജീരിയ, മംഗോളിയ. ഉത്തരം ഇയർബൻ. വളരെ തണുപ്പുള്ളതിനാൽ തണുത്ത കാലാവസ്ഥ കാരണം ശ്മശാനത്തിൽ മൃതദേഹങ്ങൾ ദ്രവിക്കുന്നില്ലെന്നതാണ് കാരണം. മരണമടുക്കുമ്പോൾ അവരെ നോർവേയിലേക്ക് മാറ്റും. കർഷകൻ്റെ മിത്രമായ പാമ്പ് ഏത്? പച്ചിലപ്പാമ്പ്, നീർക്കോലി, ചേര, അണലി. ഉത്തരം ചേര. കർഷക സുഹൃത്ത് എന്ന് വിളിക്കുന്ന പാമ്പാണ് ചേര. അവ എലികളുടെ എണ്ണം കുറയ്ക്കാൻ സഹായിക്കുകയും വിഷരഹിതവുമായതാണ് കാരണം. ശരീര വലിപ്പം താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്ന മൃഗം ഏത്? ആന, എരുമ, പശു, കാണ്ടാമൃഗം. ഉത്തരം പശു. ശരീരഭാരത്തിനനുസരിച്ച് ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്ന കരയിലെ സസ്തനി പശുവാണ്. ഒരു പ്ലാസ്റ്റിക് കുപ്പി ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ എത്ര വർഷമെടുക്കും? 100 വർഷം, 350 വർഷം, 250 വർഷം, 450 വർഷം. ഉത്തരം 450 വർഷം. പ്ലാസ്റ്റിക് കുപ്പികൾക്ക് വിഘടിക്കാൻ വളരെയധികം സമയമെടുക്കും. പ്ലാസ്റ്റിക് കുപ്പികൾ മണ്ണിൽ വിഘടിക്കാൻ 450 വർഷം വരെ എടുക്കുമെന്ന് പറയുന്നു. രാജകീയമായ നിറം എന്നറിയപ്പെടുന്ന നിറം ഏത്? പിങ്ക്, പർപ്പിൾ, നീല, വെള്ള. ഉത്തരം പർപ്പിൾ. ആദ്യത്തെ പർപ്പിൾ ഷെയ്ഡുകൾ നിർമ്മിക്കുന്നതിന് ഡൈ നിർമ്മാതാക്കൾ ഒരിനം കടൽ ഒച്ചിൻ്റെ ഷെല്ലുകളിൽ നിന്ന് മ്യൂക്കസ് വേർതിരിച്ചെടുത്ത് ഒരു നിശ്ചിത സമയത്തേക്ക് സൂര്യനിൽ തുറന്നു കാട്ടണം. ഈ പ്രക്രിയ നിറം വളരെ വിരളവും ചിലവേറിയതുമാണ്. അതിനാൽ അത് ധരിക്കുന്നത് പദവിയുടെയും സമ്പത്തിൻ്റെയും പ്രതീകമായിരുന്നു. കൃത്രിമ വജ്രം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഏത്? മെഴുക്, മാർബിൾ, ഗ്രാഫൈറ്റ്, ഗ്രാനൈറ്റ്. ഉത്തരം ഗ്രാഫൈറ്റ്. ഈ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന കാർബൺ മെറ്റീരിയൽ സാധാരണയായി ഗ്രാഫൈറ്റ് ആണ്. ശുദ്ധമായ കാർബൺ അടങ്ങിയ ഒരു സാധാരണ ധാതുവാണിത്. ഏത് മാസങ്ങളിലാണ് സുന്ദരികളായ പെൺകുട്ടികൾ ജനിക്കുന്നത്? ജനുവരി, മെയ്, ജൂലൈ, നവംബർ. ഉത്തരം മെയ്. വസന്തകാലത്ത് ജനിച്ച സ്ത്രീകൾ ശരത്കാലത്തിൽ ജനിച്ചവരേക്കാൾ കൂടുതൽ ആകർഷകരായി കാണപ്പെടുന്നതായി ഫലങ്ങൾ തെളിയിക്കുന്നു. ഏത് മാസമാണ് വളരെ മനോഹരമായ മാസമായി കണക്കാക്കുന്നത്? മാർച്ച്, മെയ്, സെപ്റ്റംബർ, ഡിസംബർ. ഉത്തരം മെയ്. മെയ് സൗന്ദര്യത്തിൻ്റെ മാസമാണ്. പുതിയ ജീവിതത്തിൻ്റെ തുടക്കമായി കണക്കാക്കുന്നു. വസന്തത്തിൻ്റെ അവസാന മാസമായതിനാൽ മനോഹരമായ ചെടികൾക്കും പൂക്കൾക്കും തഴച്ചു വളരാൻ അനുയോജ്യമായ കാലാവസ്ഥയാണ് മെയ് പ്രദാനം ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നാളെ പുതിയ വീഡിയോയുമായി കാണാം.